നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കാരുണ്യ ഹെൽത്ത് ഫൗണ്ടേഷൻ പുല്ലാട് സോണൽ കമ്മിറ്റിയുടെയും പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെട്ടു. പുല്ലാട് ആത്മാവ് കവല വിജീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് നിർവഹിച്ചു. CS മനോജ് അധ്യക്ഷത വഹിച്ചു. സോണൽ സെക്രട്ടറി ജിജു സാമുവേൽ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ S വിജയലക്ഷ്മി സ്ട്രോക്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്, ഷെൽട്ടൻ വി റാഫേൽ, ജിജി മാത്യു, അനീഷ് കുന്നപ്പുഴ, ഹരിചന്ദ്രൻ നായർ, അജീഷ് കുമാർ, റിജോ മനോജ്, ശശി ആളൂക്കാരൻ, തോമസ് ജോർജ്, അശ്വതി AT, മനു രാമചന്ദ്രൻ, ബിജു മേപ്രത്, സജി തെറ്റുപാറ, TP കേശവൻ, ഷാരിമോൾ, റെനി രാധാകൃഷ്ണൻ, സുധാ ശശി, അഹിന ആളൂക്കാരൻ, ബെൻസൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനറൽ മെഡിസിൻ, ENT, നേത്രരോഗം, പൾമനോളജി, ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ വിവിധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. സൗജന്യ തൈറോയ്ഡ് പരിശോധനയും നടന്നു. തുടർന്ന് ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം നടത്തി. ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. കണ്ണടയ്ക്ക് അർഹരായ 120 പേർക്ക് സൗജന്യ കണ്ണട വിതരണവും മെഡിക്കൽ ക്യാമ്പിൽ നടന്നു. കാരുണ്യ ഹെൽത്ത് ഫൗണ്ടേഷൻ പുല്ലാട് സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി, അതുപോലെ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ കാരുണ്യമായി ചേർന്നാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അണിനിരത്തിലുള്ള നമ്മുടെ സോണൽ കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട് ഇതിന് പിന്നിൽ. അതുപോലെ കാരുണ്യ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടും നടത്തി വരുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ 100-ലധികം കിടപ്പ് രോഗികൾ കാരുണ്യ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ കിടപ്പ് രോഗികളുടെ ഭവനത്തിലും സന്ദർശിക്കുന്നതിന് ഒരു വാളണ്ടിയർ എന്ന ക്രമത്തിലാണ് കാരുണ്യ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ പടിപടിയായി നടന്നു വരികയാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 4 നിരാലംബരായിട്ടുള്ള ആളുകളെ തെരുവുകളിൽ നിന്നും കടത്തിണ്ണുകളിൽ നിന്നും കാരുണ്യ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് പുനരധിവസിപ്പിക്കുന്നതിന് കാരുണ്യ ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ ചുക്കാൻ പിടിക്കുന്ന കാരുണ്യ ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി ശ്രീ CS മനോജ് ഇവിടെയുണ്ട്. കാരുണ്യ ഫൗണ്ടേഷൻ്റെ ഏരിയ സൊസൈറ്റി കോർഡിനേറ്റർ ശ്രീ അനീഷ് കുന്നപ്പുഴയുണ്ട്. അതേപോലെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വാർഡ് 5-ാം വാർഡിൻ്റെ കൺവീനർ ഹരിചന്ദ്രൻ നായർ, 7-ാം വാർഡിൻ്റെ കൺവീനർ തോമസ് ജോർജ്, 11-ാം വാർഡിൻ്റെ ബിജു മേപ്രത്ത്, 9-ാം വാർഡിൻ്റെ ശശി ആളൂക്കാരൻ, 4-ാം വാർഡിൻ്റെ കൺവീനർ റിജോ മനോജ്, 3-ാം വാർഡിൻ്റെ അശ്വതി AT, 6-ാം വാർഡിൻ്റെ കൺവീനർ മനു രാമേന്ദ്രൻ. ഇവരെല്ലാവരും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെയധികം നല്ല നേതൃത്വമാണ് നൽകി വരുന്നത്. ഇനി ഞങ്ങൾ അടുത്ത വർഷം കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണം ഒക്കെ നടന്ന് വരികയാണ്. ഒരു വലിയൊരു പദ്ധതിക്ക് തന്നെയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പഞ്ചായത്തിലുടനീളം ഉള്ള നിരവധി നിരാലംബർക്കൊരു തണലായിക്കൊണ്ട് കാരുണ്യ ഫൗണ്ടേഷൻ മാറും. അതിനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുമ്പിലുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രക്ഷാധികാരി ചെയർമാനായിട്ടുള്ള ശ്രീ CS മനോജിനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഈ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പുല്ലാട് സോണൽ കമ്മിറ്റി ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് 1-1.5 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സമ്പൂർണ്ണ പാലിയേറ്റീവ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സോണൽ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സോണൽ കമ്മിറ്റിയുടെ കീഴിൽ ഏതാണ്ട് 10 വാർഡുകളാണ് ഈ കോയിപ്പുറം പഞ്ചായത്തിലെ 10 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഈ സോണൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുമ്പേ ജിജു സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ നിരാലംബരായിട്ടുള്ള ആളുകളെ അവരെ തെരുവുകളിൽ നിന്നൊക്കെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവർക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടുന്ന കേന്ദ്രങ്ങളിലൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതോടൊപ്പം നമ്മുടെ പ്രദേശത്തെ ഈ 10 വാർഡുകളിലുള്ള കിടപ്പ് രോഗികളെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരെ പരിചരിക്കുന്നതിനും അവർക്കാവശ്യമായ മരുന്നുകൾ, അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ, അതുപോലെ ബെഡ്, വാട്ടർ ബെഡ്, വീൽ ചെയർ, വോക്കർ, അങ്ങനെയുള്ള ഒട്ടേറെ അവർക്കാവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഈ സോണൽ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഭാവി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രദേശത്തെ ആളുകളെ ഒരു സോണൽ സെൻറ്റർ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് റൈസിങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഈ ആരോഗ്യപരമായ ഒട്ടേറെ അവശതകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ഒറ്റപ്പെട്ടുള്ള ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള അച്ഛന്, കുടുംബത്തിലുള്ള ആളുകൾ ഈ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അവിടുത്തെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രായമായ ആളുകൾ, ഒറ്റപ്പെട്ട ആളുകളുള്ള, ഏകാന്തമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ പരിചരിക്കുന്നതിന് ആവശ്യമായിട്ട് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും അവരുടെ അടുത്ത് പോയി, അവരുടെ വീടുകളിൽ പോയി അവരെ പരിചരിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികൾക്കുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നതിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ അഭിമാനത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ സോണൽ കമ്മിറ്റി ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഈ സോണൽ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ജിജു, അനീഷ് കുന്നപ്പുഴ, മറ്റ് കോർഡിനേറ്റർമാർ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് ഞങ്ങളെ പ്രചോദനം നൽകുന്നത് ഈ നാട്ടിലെ സുമനസ്സുകളാണ്. ഈ നാട്ടിലെ ഇത്തരം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കാനും ഇവർക്ക് വേണ്ട ആവശ്യമായ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ സഹായിക്കുന്ന ഒട്ടേറെ സുമനസ്സുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഏകദേശം 7 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു ഫൗണ്ടേഷനാണ് കാരുണ്യ ഹെൽത്ത് ഫൗണ്ടേഷൻ. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും വിവിധ പേരുകളിലായിട്ട് PRPC, പത്തനംതിട്ട PRPCയുടെ നേതൃത്വത്തിൽ ഇത് പ്രവർത്തിച്ചു വരുന്നു. ഇരുവേരൂർ ഏരിയയിൽ വരുന്ന, അതായത് ഏകദേശം 6ഓളം പഞ്ചായത്ത് വരുന്ന ഭാഗത്തെയാണ് കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് കിടപ്പ് രോഗികളെ ചെന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. എയർ ബെഡുകൾ, വാട്ടർ ബെഡുകൾ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, മറ്റ് അവർക്ക് ആവശ്യമായ ദൈനംദിന ആവശ്യമായി വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തി വരുന്നു. പ്രത്യേകിച്ച് ഇതിന് ഏരിയ തലത്തിലൊരു ആംബുലൻസും ഉണ്ട്. അതിൻ്റെ സേവനവുമൊക്കെ ഇത്രയും പഞ്ചായത്തുകളിലൊക്കെ ഇതിന് ലഭ്യമായി വരുന്നു. പുല്ലാട് സോണ് അതിന് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുന്ന ഒരു സോണാണ്. ഇപ്പോൾ തന്നെ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് തന്നെ 2ാമതാണ് നടക്കുന്നത്. കൂടാതെ എല്ലാ വീടുകളിലും കൃത്യമായി കിടപ്പ് രോഗികൾ കിടക്കുന്നിടത്ത് ചെന്ന് അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ നടത്തി വരുന്നു. മുൻപ് പറഞ്ഞതുപോലെ തന്നെ കൂടുതലായി രംഗത്ത് സജീവമാകുവാനായിട്ട് ഒരു സെൻറ്റർ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമായി വരുന്നു. കാരണം അത്തരത്തിലുള്ള നല്ല റെസ്പോൺസ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾ സ്വീകാര്യമായി വരുമ്പോൾ തുടർന്ന് അവരെ പരിചരിക്കാൻ തക്കവണ്ണം ഒരു സെൻറ്റർ ഇവിടെ ആവശ്യമായി ഞങ്ങൾ പ്ലാൻ ചെയ്തു വരുന്നു. അതിന് വരും കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ച് നേതൃത്വം നൽകുവാനാണ് ഈ കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നവരാണ് എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും. കൂടാതെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേകം പേർ ഇതിനകത്തൊപ്പമുണ്ട്. ഇതിന് എല്ലാ ആശംസകളും നേർന്നു. ഇതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.